നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ വർഷത്തെ രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ ഇടവലഗ്നത്തിൽ ജലഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. ആദിശൽക്കമായതിനാൽ നല്ല ദൈവാധീനമുള്ളൊരു വർഷമാണ്. അതേപോലെ തന്നെ സർവ്വ അഭീഷ്ടങ്ങളും സിദ്ധിക്കാനായിട്ട് യോഗമുണ്ട്. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. കാരണം വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർത്തീകരണം വരാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമായിട്ട് വേണം കാണാനായിട്ട്. ചാരവശാലും 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 2 പ്രകാരത്തിലും ദൈവാധീനം നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ഈ വർഷത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ വർഷത്തിൽ വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകാനായിട്ട് യോഗമുണ്ട്. ചെലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ വരുമാനത്തെക്കാൾ കൂടുതലും ചെലവ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. വളരെ കാലമായിട്ട് മനസ്സിലാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീടുണ്ടാക്കുക, വിവാഹം നടക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക്, മംഗളകർമ്മങ്ങൾക്ക് യോഗമുണ്ട്, കുട്ടികളുണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയാണ് കാണുന്നത്. പ്രത്യേകിച്ചും മെയ് ജൂൺ മാസങ്ങളിൽ ആഗ്രഹിക്കുന്ന സകല ഗുണഫലങ്ങളും അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. 4-ാം ഭാവത്തിൽ കേതുവും 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജൂലൈ മാസത്തോടു കൂടിയിട്ട് അതുപോലെ തന്നെ ഒരു മാറ്റം, താമസ സ്ഥലത്ത് നിന്നുള്ളൊരു മാറ്റമോ ജോലിയിലൊരു മാറ്റമോ എന്തെങ്കിലും ഒരു മാറ്റത്തിന് യോഗമുള്ളൊരു സമയം കൂടിയാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷത്തിൽ നന്നായിട്ട് പഠിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനായിട്ടും യോഗമുള്ള സമയമാണ്. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമായിട്ട് തന്നെയാണ് ഈ വർഷം കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം, സർവ്വ ആഗ്രഹങ്ങളും സിദ്ധിക്കാനുള്ള യോഗം മുതലായിട്ടുള്ള ഗുണങ്ങളുള്ള ഈ വർഷത്തിൽ പരമാവധി സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കർമ്മസംബന്ധമായിട്ടൊക്കെ വരുമാനത്തിൽ വൻ വർധനവിന് യോഗമുള്ളൊരു വർഷം കൂടിയാണ്. അപ്പോൾ ഈ വർഷത്തിൽ വളരെ ആലോചിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിലുള്ള നേട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.